ഹലോ ചേട്ടാ, നമസ്കാരം. കൽപ്പയരെ പറ്റി ഒന്ന് പറയാമോ? എന്താണ് ഇവിടുത്തെ മാനുഫാക്ചറിങ്? അതായത് നമുക്ക് കൽപ്പാരനെ കുറിച്ച് പറയാനേ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റഡ് പെപ്പർ മാത്രമായിട്ട് വെളിച്ചെണ്ണയാണ് നമ്മുടെ കയ്യിൽ. നമ്മൾ ബോട്ടിൽ ചെയ്യുന്നത് സെലക്റ്റഡ് പെപ്പർ മാത്രം മാറ്റി വെളിച്ചെണ്ണ. ഇതിൽ തിരുവോപ്പറ വരുന്ന വെളിച്ചെണ്ണ നമ്മൾ വിളക്ക് കത്തിക്കാനും ചിലർ കൊണ്ടുപോയിട്ട് കുക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിളക്ക് തിരുവോപ്പറ മാത്രമായിട്ട് ഇത് ഇവിടെ ആക്കുന്നില്ല. നമ്മൾ വേറെ ഒന്നും അടിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ പിണ്ണാക്കാണ്. പിണ്ണാക്ക് നാളെ കയറി പോകാനാണ്. ഒന്നും ആക്കുന്നില്ല. നമ്മൾ ആട്ടിക്കഴിഞ്ഞ് വെളിച്ചെണ്ണ ഫസ്റ്റ് വെളിച്ചെണ്ണ ബോട്ടിൽ ചെയ്യുന്നത്. പിന്നെ മുറുക്കത്തിലുള്ള എണ്ണയൊക്കെ നമ്മൾ സാധാരണ ജ്യൂസ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ബീഫ് ആവശ്യത്തിനൊക്കെ എടുക്കും. അത്രേ ഉള്ളൂ. ബോട്ടിൽ ചെയ്യുന്നത് സെലക്റ്റഡ് കൊക്കോ ഫസ്റ്റ് ക്രഷ് കോക്കനട്ട് ഓയിലായിട്ടാണ് തരുന്നത്. അതാണ് കൽപ്പനയുടെ പ്രത്യേകത. ഇതിൽ ക്വാളിറ്റിയിലും കോംപ്രമൈസ് ഇല്ല, പൈസയിലും കോംപ്രമൈസ് ഇല്ല. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. അതാണ് കൽപ്പന. എന്തായാലും നിങ്ങൾക്ക് എങ്ങനെയായാലും എത്ര ധൈര്യമായിട്ട് ഞങ്ങളുടെ ലാബിൽ ചെയ്ത ആ ബോട്ടിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ 100-101% ഗ്യാരണ്ടി. ഞങ്ങളുടെ ചെറുതിക്ക് ബോട്ടിൽ 250 ml മുതൽ ഉള്ള വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ 1 ലിറ്റർ ഒരുവിധം കടകളിലൊക്കെ അവൈലബിൾ ആണ്. കൽപ്പനയുടെ അഭിപ്രായം ചോദിച്ചു ഇവിടുന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ ലാബിലുള്ള ഈ ബോട്ടിൽ ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇതൊരു സെലക്റ്റഡ് കൊപ്ര മാത്രമായിട്ട് വിളിച്ചത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കൊപ്ര എടുക്കുമ്പോൾ സൾഫർ ഇല്ലാത്തത്, പിന്നെ നമ്മളിവിടെ റെഡിയാക്കുന്നത് തികയാത്തത് കൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് സൾഫർ ഇല്ലാത്ത സ്റ്റോറേജ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളത് അനുഭവം. ഇത്രേ ഉള്ളൂ പറയാനുള്ളത് കൽപ്പനയെ കുറിച്ച്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഓർഡർ പോകാനുള്ളതൊക്കെയാണോ? പുറത്തുനിന്ന് തൃശ്ശൂർ, അടാട്ട്, പറപ്പൂർ അങ്ങനെയുള്ള ഏരിയ ലോക്കൽ നല്ലവരെ എടുത്തിട്ടാണ് നാടൻ തേങ്ങ കൊടുക്കുന്നത്. കുറേയൊക്കെ നമ്മളിവിടെ വെട്ടി ശരിയാക്കും. പിന്നെ നമുക്കിപ്പോൾ തികയാണ്ട് വരുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന കൊപ്ര. അങ്ങനെ ചെറിയൊരു ഔട്ട്ലെറ്റ് പോലെയും ഇവിടെ മാനുഫാക്ചറിങ് യൂണിറ്റ്